ലാസാഗു ഊസാഗു എന്നും ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന്. അത്തരം തമാശകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ലാസാഗു. ലാസാഗു എന്ന് പറയുന്നത് ലഘുതമ സാധാരണ ഗുണിതമാണ്. ലഘുതമ സാധാരണ ഗുണിതമാണ് ലാസാഗു എന്ന് ഷോർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ്. ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്താണ്? രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് ലാസാഗു അഥവാ ലഘുതമ സാധാരണ ഗുണിതം എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഊസാഗ എന്താണ്? ഊസാഗ ഉത്തമ സാധാരണ ഘടകമാണ് ഊസാഗു എന്ന് പറയുന്നത്. അതെന്താണോ? രണ്ടോ അതിലധികമോ ഏറ്റവും വലിയ പൊതുഘടകം, രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് എന്ത്? ഊസാഗു എന്ന് പറയുന്നത്. ലാസാഗു എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് ലാസാഗു എങ്കിൽ, ഊസാഗു എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പൈതഗോറസ് ആണ്. ആരാണ്? പൈതഗോറസ് ആണ്. ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് റെനെ ദെക്കാർത്താണ്. ആരാണ്? റെനെ ദെക്കാർത്താണ്. ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂക്ലിഡ് ആണ്. ആരാണ്? യൂക്ലിഡാണ് ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലോഗരിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ നേപ്പിയർ ആണ്. ലോഗരിതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ എലമെൻറ്റസ് ആണ്. യൂക്ലിഡിൻ്റെ എലമെൻറ്റസ് ആണ്. ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹാൾ ഫെഡറിക് ഗോസ്റ്റ് ആണ്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിതശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബർട്രൻഡ് റസൽ ആണ് ഉത്തരം. പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ബ്രഹ്മഗുപ്തനാണ്. അൽമജസ്റ്റ് എന്ന ഗണിതശാസ്ത്രകൃതിയുടെ കർത്താവാരാണ്. എന്തിൻ്റെയാണ്? അൽമജസ്റ്റ് എന്ന ഗണിതശാസ്ത്രകൃതിയുടെ കർത്താവ് ആരാണ്? ക്ലോഡിയസ് ടോളമിയാണ്. ആര്യ സിദ്ധാന്തം ആരുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ്? ആര്യഭടൻ്റെയാണ്. സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഭാസ്കരാചാര്യാണ്. ഭാസ്കര രണ്ടാമൻ അഥവാ ഭാസ്കരാചാര്യരാണ്. സാംഖ്യദർശനം ആവിഷ്കരിച്ചത് കപിലനാണ്. ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഭാസ്കരാചാര്യരാണ്. ഗണിതശാസ്ത്രജ്ഞനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ഹർദയാലാണ്. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ശകുന്തളാ ദേവിയാണ്.